ഹായ് ഫ്രണ്ട്സ്, ഗീത എഴുതിയിരിക്കുന്നൊരു മെയിലാണ് ഞാൻ വായിക്കുന്നത്. മാഡം, എൻ്റെ യഥാർത്ഥ പേര് ഗീത എന്നല്ല, എങ്കിലും ഗീതയെന്ന് ഞാൻ എഴുതുന്നു. എനിക്ക് 38 വയസ്സുണ്ട്. ഭാര്യയാണ്. 2 കുട്ടികളുടെ അമ്മയുമാണ്. ഭർത്താവ് കുറേ നാൾ മുമ്പ് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് സ്വന്തമായി ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവിടുന്ന് ചാടി വന്നു. എനിക്കുണ്ടായിരുന്ന കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വിറ്റ് കുളമാക്കി ബിസിനസ് തുടങ്ങി. അതൊട്ട് പച്ച പിടിച്ചതുമില്ല. പിന്നീട് ബിസിനസ് തുടങ്ങാനുള്ള പണം കിട്ടിയതുമില്ല. അങ്ങനെ അവിടെയുമല്ല ഇവിടെയുമല്ല കോളത്തുനിന്നിറങ്ങി അമ്മ തെത്തിയുമില്ല എന്ന് പറഞ്ഞ സ്ഥിതിയായി ഞങ്ങളുടേത്. എനിക്ക് ചെറിയൊരു ജോലിയുണ്ട്. അത് എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം പറഞ്ഞാൽ തിരിച്ചറിഞ്ഞെങ്കിൽ എന്നുള്ള പേടി മൂലമാണ്. അതിൽ ശമ്പളം വളരെ കുറവാണ്. പക്ഷേ സ്ഥിരമായിട്ടുള്ള ജോലിയാണ്. അത് ഉള്ളത് കൊണ്ട് അടുപ്പ് പുകഞ്ഞു പോകുന്നുവെന്ന് പറയാം. പക്ഷേ പുറത്തുള്ളവരുടെ മുന്നിൽ അലക്കി തേച്ച മുണ്ട് ഷർട്ടും ഒക്കെ ഉടുത്ത് ശിമ്പളക്കുട്ടനായി എൻ്റെ ഭർത്താവ് നടക്കും. വലിയ ഏതോ ബിസിനസ്സുകാരനാണെന്നാണ് പുള്ളിയുടെ ഭാവം. പക്ഷേ വീട്ടിലെ സാഹചര്യം ഞങ്ങൾക്കല്ലേ അറിയൂ. സത്യമായും അദ്ദേഹത്തോട് വഴക്കിട്ട് ജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതൊന്നും നടക്കാറില്ല. കാര്യം അടുത്തൊക്കെ ബന്ധുക്കളുണ്ട്. എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ നാണക്കേട്. പിന്നെ ഭർത്താവിനെ എനിക്ക് പണ്ട് മുതലേ ഒത്തിരി ഇഷ്ടമാണ്. നല്ലൊരു മനുഷ്യനുമായിരുന്നു. മറ്റു കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. ഇപ്പോഴും അതൊക്കെ നന്നായി കൊണ്ടുപോകുന്നുമുണ്ട്. പെണ്ണിന് ചിലപ്പോൾ അരപ്പട്ടിണിയാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇരിക്കുകയാണ് ഏകദേശം 2 ലക്ഷത്തോളം രൂപ ഞാൻ അറിയാതെ വീടിൻ്റെ ആധാരമൊക്കെ കൊടുത്ത് ഒരാളുടെ കയ്യിൽ നിന്ന് പുള്ളി കടം വാങ്ങിയത്. അയാൾക്ക് ഒരു 30 വയസ്സേ ഉള്ളൂ. അയാളുടെ അച്ഛൻ ഇതൊക്കെ ചെയ്തിരുന്നതാണ്. അതുകൊണ്ടാണ് അയാളെ തുടരുന്നത്. വിവാഹത്തിനൊക്കെയാണ്. കണ്ടാൽ യോഗ്യനും മാന്യനും ഒക്കെ ആയിട്ട് തോന്നും, എനിക്കറിയാം. പക്ഷേ പുള്ളി പണം മേടിച്ചു കഴിഞ്ഞ് യഥാസമയത്ത് ഭർത്താവ് തിരിച്ചു കൊടുക്കാതായി കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ വന്ന് ഇടയ്ക്ക് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ എൻ്റെയും മക്കളുടെയും സ്വസ്ഥത കിട്ടു. പുള്ളി അദ്ദേഹം വരുമ്പോൾ ഇറങ്ങിയോടി രക്ഷപ്പെടും. പല സമയത്തും ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും അയാളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അയാൾ പോകില്ല. പലപ്പോഴും ഭീഷണിപ്പെടുത്തി അവിടെ നിൽക്കും. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അങ്ങേർക്ക് വേറെ പല ഉദ്ദേശമുണ്ടെന്ന്. ഒന്നും തരാനില്ലെന്ന് ഒരു ദിവസം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയാൾ എന്നോട് പറഞ്ഞു, തരാൻ പലതുമുണ്ട്. നീ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ 2 ലക്ഷത്തിന് ചിലപ്പോൾ 20 വട്ടമോ 20,000 വട്ടമോ ഞാൻ ഈടാക്കും. പക്ഷേ പണമായിട്ടല്ല. നിന്നെ എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞു. അതൊക്കെ കേട്ട് ഞാനങ്ങ് പേടിച്ചു. സിനിമയിലൊക്കെ മാത്രമേ ഇത്തരം രംഗങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളൂ. ആരോടെങ്കിലും പരാതി പറഞ്ഞാലോ എന്നോർത്തു. എന്നിലെ സ്ത്രീ ഉണർന്നു. എന്നാലും ഭർത്താവിനോട് ആദ്യം പറയാമെന്ന് വെച്ച് ഞാൻ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഭർത്താവ് പറയുകയാണ്, അവന് അങ്ങനെ പറഞ്ഞെങ്കിൽ നിനക്ക് രഹസ്യമായിട്ട് അവനോട് പറയാൻ വയ്യായിരുന്നു. അഡ്ജസ്റ്റ് ചെയ്യാം. 2 ലക്ഷം രൂപ അവൻ എഴുതിത്തള്ളും. എന്ത് നല്ല കാര്യമാണെന്ന്. അത് കേട്ട് ഭർത്താവിനിട്ട് ഞാനൊന്ന് കൊടുത്തു. മാഡം, ആദ്യമായിട്ടാണ്. നിങ്ങൾക്ക് നാണം എഴുതി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ പറയുകയാണ്, ഓ ഇനിയിപ്പോൾ എന്ത് നാണം കെടാനാണ്. അവൻ ഇവിടെ കയറി ഇറങ്ങിയപ്പോഴേ നീ അവൻ്റെ കസ്റ്റഡിയിലായെന്ന് ആൾക്കാർ വിചാരിച്ച് കാണും. നിങ്ങളൊരുത്തരാണ് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞപ്പോഴേക്കും പുള്ളി ചിരിക്കുകയാണ്. പുള്ളിക്ക് ഒരു കൂസരമില്ല. പണത്തിന് വേണ്ടി സ്വന്തം ഭാര്യയുടെ കാര്യം പോലും മറക്കാൻ നിങ്ങൾ തയ്യാറാണല്ലോ എന്നൊക്കെ പറഞ്ഞു. പുള്ളി എപ്പോഴും കൂസലില്ലാതെ ചിരിക്കുകയാണ്. എടി, ഒരു പ്രശ്നവുമില്ല. അവന് അങ്ങനൊരു ബലഹീനത ഉണ്ടെങ്കിൽ അതിൽ പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. ഈ ഒരു 2 ലക്ഷം നമുക്ക് പോയി കിട്ടും. നമുക്ക് കൊടുക്കുകയേ വേണ്ട തിരിച്ച്. അത് മാത്രമല്ല, നീ മിടുക്കിയായി നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റാം. പിന്നെ വേറൊരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നത് അവൻ നല്ല ഞരമ്പ് രോഗിയാണ്. ആ ഞരമ്പ് രോഗം നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്തണം. നിങ്ങൾ എന്തൊക്കെയാണ് മനുഷ്യ പറഞ്ഞത്? നീ വേറെ കൂടുതലൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതിന് മീതെ തോണി. അങ്ങനെ വിചാരിച്ചാൽ മതി. ഒരു പ്രശ്നമില്ല. എന്നെക്കൊണ്ടൊക്കെ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് എന്നോട് പറഞ്ഞു, പറ്റില്ലെങ്കിൽ അവൻ വരുമ്പോൾ നീ മറുപടി പറ. അല്ലെങ്കിൽ നീ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നടപടികളെടുത്ത് അവനെ എതിട്ട് നിൽക്ക്. എനിക്കവനെ ഫേസ് ചെയ്യാനേ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 വട്ടം കൂടെ ആയി കഴിഞ്ഞപ്പോഴേക്കും അവൻ ഇതേ വർത്തമാനം പറഞ്ഞു. ഒരു ദിവസം ഞാൻ ചോദിച്ചു, ഈ 2 ലക്ഷം രൂപ എഴുതി തള്ളാൻ ഞാൻ ഏത് രീതിയിലുള്ള കരാറാണ് നിന്നോട് എടുക്കേണ്ടതെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ എപ്പോഴാണോ സ്റ്റോപ്പ് എന്ന് പറഞ്ഞത് വരെ നീ എൻ്റെ കൂടെ ഞാൻ വിളിക്കുന്നിടത്ത് വരണം. ഞാൻ പറഞ്ഞു എനിക്ക് 2 കുട്ടികളെ വിട്ടിട്ട് വരാൻ പറ്റില്ലെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, എങ്കിൽ ഇവിടെ എനിക്കെപ്പോഴും കടന്നു വരാൻ പറ്റണം. അപ്പോൾ നീ എനിക്ക് വേണ്ടി ഞാൻ പറയുന്ന സമയത്ത് എൻ്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു. അതൊന്നും പറ്റില്ല. ഇവിടെ 2 മുറികളേ ഉള്ളൂ. കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് രാത്രി വരികയാണെങ്കിൽ ഓക്കെ. അല്ലാതെ എൻ്റെ പകലിലെ ജോലിയൊക്കെ കളഞ്ഞിട്ട് എനിക്കിങ്ങനെ നിങ്ങളുടെ കൂടെ കറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം ആലോചിച്ചിട്ട് അങ്ങേർ അതുറപ്പിച്ചു.
അങ്ങനെ ഡീലെല്ലാം ഞാൻ ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവ് അപ്പോഴും ചിരിക്കുകയാണ്. അതൊന്നൊരു പ്രശ്നമില്ല, പുതിയ എക്സ്പീരിയൻസുകൾ ഉണ്ടാകുന്നത് നല്ലതാണ്, എന്നും ഒന്ന് തന്നെ കണ്ടിട്ട് എന്ത് കാര്യമാ മോളെ എന്നൊക്കെ പറയുകയാണ്. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം പണ്ട് മുതലേ കാണുന്നതാണ്. വിചിത്രമായി പല സമയത്ത് പെരുമാറിക്കളയും. അയാൾ ഇത് പറഞ്ഞതും ഇതിനപ്പുറം പറഞ്ഞതിലും വലിയ അത്ഭുതമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തയ്യാറായിരുന്നു. പിന്നെ ഞാൻ ഇരുത്തി ചിന്തിച്ചപ്പോഴോർത്തു, എന്തായാലും ഇങ്ങനെയാണ്, ഭർത്താവിന് എൻ്റെ കൂടെ വേണം. ഭർത്താവ് എന്നൊരു പേരില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ എന്താ കാര്യം? അങ്ങനെ പറഞ്ഞതുപോലെ കേട്ടേക്കാം എന്ന് പറഞ്ഞാണല്ലോ ഞാൻ വാക്ക് കൊടുത്തതും. അവൻ രാത്രിയിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവ് അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഭർത്താവിന് ഓടുകയും വേണ്ട ചാടുകയും വേണ്ട. പെട്ടെന്ന് കുട്ടികളുടെ മുറിയിൽ കയറി കഥ കളിച്ച് അവരുടെ കൂടെ കിടന്നു. എന്നിട്ട് എന്നെ കണ്ണ് കാണിച്ചു അവനെ നന്നായി ട്രീറ്റ് ചെയ്യാൻ. എന്തായാലും വന്നവന് എന്നോട് ആദ്യത്തെ ഒരു ആക്രാന്തം കാണുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇത്തിരി മിനിങ്ങിയിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. ഇഷ്ടമൊന്നും എൻ്റെ മനസ്സിലില്ല. പക്ഷേ കാര്യസാധ്യത്തിന് ഞാനൊരു വൃത്തികെട്ട പെണ്ണായി മാറുകയായിരുന്നു. പക്ഷേ അവൻ എൻ്റെ അടുത്ത് വന്നിരുന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവനിൽ നിന്നൊഴുകുന്നത് സുഗന്ധമാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഭർത്താവ് കാണാനൊക്കെ കൊള്ളാം, എങ്കിലും ഒരു സുഗന്ധമുള്ള മനുഷ്യനല്ല. അങ്ങേർക്ക് ഒരു പ്രത്യേകതരം ഗന്ധമാണ്. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് പോലും എനിക്കറിയില്ല. എങ്കിലും ഇവൻ അങ്ങനെയല്ല. അടിമുടി സുഗന്ധമുള്ള ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ. അതുമാത്രമല്ല, അവൻ ഞാൻ ദർശിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, പുരുഷൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ ഭർത്താവിൽ ഞാൻ കണ്ടതുപോലെ ഒന്നുമല്ല. സിനിമാ നടന്മാരെയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ അവർ ചില സീനുകളിലൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നാറില്ലേ, ഇത്തരം പുരുഷന്മാരെയൊക്കെ പ്രത്യേകമായിട്ട് മെയ്ഡ് ചെയ്തെടുക്കുകയാണെന്ന്. എന്ന് പറഞ്ഞതുപോലെ ഒരു ശരീരമാണ് എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ചൊരവസരമാണെന്ന് അപ്പോഴേ മനസ്സിലായി. എൻ്റെ ഭർത്താവിനെ പോലെയല്ല, പ്രേമാതുരമായ പെരുമാറ്റമാണ് അവന്. വളരെ പതുക്കെ എന്നെ അവൻ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്ന പോലെ നല്ല പ്രേമവാക്കുകൾ പറഞ്ഞ് അവൻ എന്നെ മത്തുപിടിപ്പിച്ചു. 10-15 മിനിറ്റുള്ളിൽ ഞാൻ അവൻ്റെ ആരാധികയായിട്ട് മാറി. എൻ്റെ ഭർത്താവ് പറയുന്നതിൽ ഒത്തിരി സാങ്കത്യമുണ്ട്. പുതിയത് അറിയണം. അത് ഒരു കണക്കിന് ഉർവശി ശാപം ഉപകാരമെന്നതായി. 2 ലക്ഷം വാങ്ങിച്ചതിൽ ഭർത്താവിനെ ഒത്തിരി ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 2 ലക്ഷമല്ല, 2000 ലക്ഷം വാങ്ങിക്കണമായിരുന്നെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. പക്ഷേ മെയിൻ കാര്യങ്ങളിലേക്കായിരുന്നു എൻ്റെ ശ്രദ്ധ. കാര്യം എൻ്റെ ഭർത്താവ് എന്നെ അങ്ങനെയാണ് പരിശീലിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഞാൻ അവനിലേക്ക് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ അവൻ പറഞ്ഞു, വെറുതെ കൂട്ടരുത്. അതൊക്കെ തൻ്റെ ഭർത്താവിന് അങ്ങനെയായിരിക്കാം, എനിക്കങ്ങനെയല്ല. ഞാൻ വെള്ളം അടുപ്പിൽ വെച്ച് താഴെ തീ കൊളുത്തി പതുക്കെ ചൂടായി വെട്ടിത്തിളച്ച് അവസാനം തിളച്ചു പോകുന്ന ആളാണ്. പതുക്കെ ചൂട് പിടിച്ച് ഉരുകി ഒലിക്കുമ്പോഴാണല്ലോ നെയ്യാകുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ ഉണ്ടോ? അത് നിനക്കറിയില്ലേടി പൊന്നെ. നെയ്യ് ചൂടാക്കുമ്പോൾ ചെറിയ ചൂടിൽ ചൂടാക്കണം. അങ്ങനെ നെയ്യ് ചൂടായി പദം വരൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എനിക്ക് അവൻ്റെ ദിവ്യശക്തികൾ മനസ്സിലായി. അവൻ ഒരു മണിമാരനാണ്. എൻ്റെ പൂമാരൻ മുത്തെടുക്കാൻ അവൻ മുങ്ങിത്തപ്പുമെന്ന് എനിക്ക് തോന്നി. 2 പെൺകുട്ടികളുടെ അമ്മയാണെങ്കിലും എട്ടും പൊട്ടും അറിയാത്ത ഒരു പെൺകുട്ടിയുടെ ഭാവമായിരുന്നു എൻ്റെ മനസ്സ് മുഴുവനും. പക്ഷേ എട്ടും പൊട്ടും എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ എട്ടും പൊട്ടും അല്ലല്ലോ ഇവൻ്റെ എട്ടും പൊട്ടും. അതുകൊണ്ട് ഇതാണ് എൻ്റെ ആദ്യത്തെ കാമുകൻ, ഞാൻ സ്നേഹിച്ച ആദ്യത്തെ പുരുഷൻ ഇവൻ തന്നെയാണെന്ന് മനസ്സിലായി. അവൻ്റെ ഇഷ്ടങ്ങൾക്കൊത്ത് ഏതറ്റം വരെയും പറന്നു പോകാൻ ഞാൻ റെഡിയായിരുന്നു. ക്ഷണനേരം കൊണ്ട് എൻ്റെ മുഖഭാവവും മനഭാവവും എല്ലാം മാറിമറിഞ്ഞു. ഞാൻ ആടിയുലഞ്ഞ് ഉരുകി മറിയുകയായിരുന്നു. അവൻ പറഞ്ഞതുപോലെയൊക്കെ ഭ്രാന്തമായി ഞാൻ അനുസരിച്ചു. മാഡം, അവനെ അനുസരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആരാധന മൂത്ത ഒരു പെണ്ണാറ്റിൽ ചാടിയെന്ന് മാഡം കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെയായിരുന്നു എൻ്റെ അവസ്ഥ. ഞാൻ ഇത്രയും നന്നായി അവനെ സ്നേഹിക്കുമെന്ന് അവനെ വിചാരിച്ചില്ല. അവൻ എന്നെ അടിമുടി അഭിനന്ദിച്ചു. ഞാൻ അവനെ അടിമുടി പൂണാരം മൂടി. ഇതൊന്നും വർണ്ണിക്കല്ലോ മാഡം ഇവിടുത്തെ പ്രശ്നം. ഇതിനിടയ്ക്ക് ഈ സംഭവങ്ങളൊക്കെ നന്നായി നടന്നുപോയി. അവൻ ഇഷ്ടമുള്ളപ്പോൾ രാത്രിയിൽ വരും, ഭർത്താവ് അപ്പോൾ മാറിക്കിടക്കും, അല്ലാത്തപ്പോൾ ചിരിച്ചുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരും. എല്ലാം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അവനോട് ഒരു 5 ലക്ഷം രൂപ വാങ്ങിക്കൊടുക്കണം, ബിസിനസ് ചെയ്യാനാണ്. ആ 2 ലക്ഷം ഈ വഴിക്ക് പോയല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് ഒത്തിരി വിഷമമായി. എങ്കിലും ഭർത്താവ് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവനോട് കാര്യം പറഞ്ഞു. അവൻ പറഞ്ഞു, ആ 5 ലക്ഷം വെള്ളത്തിൽ പോകുന്ന
എനിക്കറിയാം. ശരി, ഒരു ഡീലിങ്സ് നടത്താനുണ്ട്. അത് നടന്നു കഴിയുമ്പോൾ കിട്ടുന്ന പൈസയിലെ ലാഭത്തിൽ 5 ലക്ഷം രൂപ നിനക്ക് തരാം. നിന്റെ ഭർത്താവ് അതുകൊണ്ട് രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞു. എന്തായാലും അവൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ആ ഡീലിങ്സ് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു മാഡം. അവന് മറ്റു പല പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ട്, മറ്റു പല രീതിയിലുള്ള ആക്ടിവിറ്റീസുമുണ്ട്. പക്ഷേ എന്നോട് അവനൊരു പ്രത്യേകത സ്നേഹവും കൺസിഡറേഷനും ഒക്കെയുണ്ട്. അത് ഞാൻ എല്ലാം പറഞ്ഞ് സഹിച്ചതാണ്. ഇത് റിസ്ക് ആണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. വിദ്യാഭ്യാസമുള്ളൊരു പെണ്ണാണല്ലോ ഞാൻ. പക്ഷേ അലകടലിലേക്ക് അലതുള്ളി എടുത്തു ചാടിയാൽ പിന്നെ നമ്മൾ കൈകാലിട്ട് അടിക്കുകയല്ലാതെ എന്താ ചെയ്യുക? ചിലപ്പോൾ തിര കൊണ്ട് നമ്മളെ കടലിൽ വിടും, ചിലപ്പോൾ അപ്പാടേങ്ങ് പോവുകയും ചെയ്യും. ആ അവസ്ഥയിലാണ്. ആകെ നനഞ്ഞാൽ കുളിരില്ലല്ലോ. അങ്ങനെ കുളിരില്ലാത്ത ഒരു സ്ത്രീയായി ഞാൻ മാറുകയായിരുന്നു. അങ്ങനെ ആ 5 ലക്ഷം എൻ്റെ ഭർത്താവിന് കിട്ടി. അതുകൊണ്ട് ബിസിനസ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് ടൗണിൽ ഒരു കട തുടങ്ങി. എന്തൊക്കെയോ പ്രൊഡക്ട്സുകളൊക്കെ വാങ്ങി വെച്ചു. ആദ്യത്തെ 2 മാസം ലാഭം കിട്ടിയത് പറഞ്ഞു. അത് എന്നെ സന്തോഷിപ്പിച്ചു മാഡം. പക്ഷേ പിന്നീട് പുള്ളിയെ കാണാനേ ഇല്ല. എന്തോ പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ചെന്നൈയിൽ പോയതാണ്. അവിടെ നിൽക്കുകയാണെന്ന് പറയുന്നു. ഈ കടയിൽ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അയാൾക്ക് ശമ്പളമൊന്നും കൊടുക്കില്ല. ചുരുക്കം പറഞ്ഞാൽ 3-4 മാസത്തിനുള്ളിൽ ആ 5 ലക്ഷം അങ്ങ് പോയി. അതോടുകൂടി ഈ ചെക്കന് എന്നോട് ഭയങ്കര ദേഷ്യമായി. അവനോട് വഴക്കിടാൻ തുടങ്ങി. ഇപ്പോൾ 7 ലക്ഷം രൂപയാണ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ ഈ വീട് എനിക്ക് എഴുതിത്താ എന്നൊക്കെ പറഞ്ഞ് വഴക്കായി. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിലെങ്ങും അങ്ങനെയൊന്നും തരാനുള്ള ഒന്നുമില്ല. എൻ്റെ പിള്ളേർ പട്ടിണിയാകും, വഴിയാധാരമാകുമെന്ന് പറഞ്ഞപ്പോൾ അവനാണ് എന്നോട് പറഞ്ഞത്, ഒരു കാര്യം ചെയ്യ്, അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ കൂടെ വാ, വന്നിട്ട് എന്നെ ഒന്ന് സഹായിക്ക്. ക്രിട്ടിക്കൽ ഘട്ടങ്ങളിൽ ധാരാളം ആളുകളുമായിട്ട് എനിക്ക് ഡീലിങ്സ് ഉണ്ട്. അവിടെയൊക്കെ നീ ഒന്ന് വന്ന് ആടൂ എന്ന് പറഞ്ഞു. എനിക്കത് ഒത്തിരി വിഷമമുണ്ടാക്കി. ഇങ്ങനൊരു ഫീൽഡിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. എങ്കിലും ഈ ഒരു പൈസയുടെ ബാധ്യതയില്ലേ, അതുകൊണ്ട് തന്നെ ഭർത്താവിനോട് ഞാനത് വിളിച്ചു പറഞ്ഞപ്പോൾ ഭർത്താവ് ഒന്നും മിണ്ടിയില്ല. ഇപ്പോൾ എനിക്ക് അതൊന്നും പറയാൻ പറ്റില്ല, ബിസിനസ് അല്ലേ, നഷ്ടങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞു. ഒരു കാലത്ത് റെഡിയാകാത്ത ഈ മനുഷ്യൻ പറയുന്നത് കേട്ട് ജീവിച്ചിട്ട് എന്ത് കാര്യം? ഇവൻ്റെ കൂടെ നിൽക്കുന്നതാണ് നല്ലതെന്ന് വിചാരിച്ച് ഞാൻ ആ തീരുമാനമെടുത്തു. ആ സമയത്താണ് എൻ്റെ ചേച്ചി, എൻ്റെ നേരെ മൂത്ത ചേച്ചിയാണ്, എന്നേക്കാൾ 4 വയസ്സിന് മൂത്തതാണ്. ചേച്ചിയെ ഹസ്ബൻഡ് ഉപേക്ഷയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ ഒന്നും അധികം ഇഷ്ടമല്ല. ഇങ്ങോട്ടൊന്നും അധികം വരാറില്ല. പുള്ളിക്കാരിക്ക് സ്വന്തമായിട്ട് സ്ഥിരം ജോലിയുണ്ട്. ജോലി ചെയ്ത് ധീരയായി ജീവിക്കുകയാണ്. ഒരു കുട്ടിയുമുണ്ട്. ആരെയും കൂസാത്ത പ്രകൃതമാണ്. ആരോടും എന്ത് വേണമെങ്കിലും പറയും. നട്ടല് ഒന്ന് കൂടുതലാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്ത് ഇവിടെ വന്ന് താമസിക്കേണ്ട യാതൊരു കാര്യമില്ലാത്ത ചേച്ചി പെട്ടെന്ന് കടന്നു വന്നു. 10 ദിവസം ഇവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞു. എന്താണെന്ന് എനിക്കറിയില്ല. അവിടെ അമ്പലത്തിൽ എന്തോ ചെയ്യാനുണ്ടെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാനും ഇവനും തമ്മിലുള്ള ബന്ധവും ഭർത്താവിൻ്റെ ദൂർത്തും മറ്റു കാര്യങ്ങളുമൊക്കെ ചേച്ചി അറിയുന്നത്. ചേച്ചി മൂക്കത്ത് വിരൽ വെച്ചു. എടി, നിനക്കൊന്നും നാണമില്ലടി ഇങ്ങനെയാകാൻ? ഈ ഒരു പലിശക്കാരൻ പറഞ്ഞ കേട്ട് അവൻ്റെ പുറകെ ഇറങ്ങി. വഴിതെറ്റിപ്പോകാൻ ചേച്ചി, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഒരു പിടിയുമില്ല. പെണ്ണുങ്ങൾക്ക് ബുദ്ധി വേണമടി, അരയും തലയും മുറുക്കി ഇറങ്ങണം എന്ന് പറഞ്ഞു. അതില്ലേ ചേച്ചി, അരയും തലയും ഞാൻ മുറുക്കി ഇറങ്ങിയത്? ഇതാണോടി നിൻ്റെ അരയും തലയും? ആ, ഒരു കാര്യം ചെയ്യ്, നിൻ്റെ ഭർത്താവിനോട് ഇങ്ങോട്ട് വരാൻ പറ. അവിടെ നിൽക്കണ്ട, ഞാൻ വന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് പൈസയൊക്കെ ഉണ്ട്, ഞാൻ അവന് ബിസിനസ്സിന് കൊടുക്കാം, പോയത് പോകട്ടെ എന്ന് പറയാൻ പറഞ്ഞു. ചേച്ചിക്ക് എന്താ വട്ടാണോ? ചേച്ചി സമ്പാദിച്ച പൈസയൊക്കെ അങ്ങേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് മൊത്തം കുളവാകും. അത് സാരമില്ലടി, ഞാൻ കൊടുക്കാം. ഞാൻ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്, മോള് ഹോസ്റ്റലിലുമാണ്, എനിക്കൊരു ബാധ്യതയുമില്ല. കുറച്ച് പൈസ അവനെ കൊടുക്കട്ടെ, അവൻ അടുത്തൊരു ബിസിനസ് ചെയ്ത് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. എന്തായാലും ചേച്ചിയോടുള്ളപ്പോൾ ഞാൻ വിളിച്ച് ഭർത്താവിനോട് കാര്യം പറഞ്ഞു. പൈസ എന്ന് കേട്ടപ്പോൾ തന്നെ ഭർത്താവ് ഓടി വരാമെന്ന് പറഞ്ഞു. എനിക്കറിയാം ചേച്ചിയുടെ പൈസയും പോക്കാണെന്ന്. ചേച്ചി ഫോൺ പിടിച്ച് വാങ്ങി എൻ്റെ ഭർത്താവിനോട് സംസാരിച്ചു. ബിസിനസ് അല്ലേ മോനെ, പൈസയൊക്കെ പോകും, നീ ഇനി പോരെ. എൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ കിടപ്പുണ്ട്, ഞാൻ തരാം. 1-2 ലക്ഷം പോരാടാ തൽക്കാലം എന്ന് ചോദിച്ചു. അപ്പോൾ ഭർത്താവ് മതി ചേച്ചി എന്ന് പറഞ്ഞ് അവിടുന്ന് പുറപ്പെട്ട് 2ാമത്തെ ദിവസം വന്നു മാഡം. വന്നു കഴിഞ്ഞപ്പോഴേക്കും തരാം കേട്ടോ, PF പൈസയൊക്കെയാണ്, ഇത്തിരി നൂലാമാലകളൊക്കെ ഉണ്ട്, ഒരാഴ്ച എടുക്ക്, ഞാനിവിടെ നിൽക്കാൻ പോകാമെന്ന് പറഞ്ഞു. ഭർത്താവിന് സന്തോഷം. അന്ന് രാത്രിയും നമ്മുടെ ചെക്കൻ വന്നിരുന്നു. അവൻ എന്നോട് പുതിയ ക്ലയൻസ് ഉണ്ട്, നീ എൻ്റെ കൂടെ വരണം, ഉറപ്പല്ലേ എന്നൊക്കെ ചോദിച്ചാണ് വന്നത്. ചേച്ചി അവനെ ഇവിടെ വന്ന പിന്നെ കണ്ടിട്ടുണ്ട്. അവനോട് ചിരിക്കും. ചേച്ചി എന്നിട്ട് കുട്ടികളുടെ മുറിയിൽ പോവുകയും ചെയ്യും. ഇതാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ചേച്ചിയൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കും. അന്ന് പക്ഷേ അവൻ വന്നപ്പോൾ മദ്യപിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കൂട്ടിയാണ് വന്നത്.
അപ്പോൾ ചേച്ചി അത് കണ്ടു. ആഹാ, നീ ഭയങ്കരമായിട്ട് കുടിക്കുവാടാ എന്ന് അവനോട് ചോദിച്ചു. അവനപ്പോൾ ചേച്ചിയുടെ സ്വഭാവം തൻ്റെ ഉള്ളതാണെന്ന് മനസ്സിലായതുകൊണ്ട് ആ കുടിക്കും ചേച്ചി, ചേച്ചി ഒരു പെഗ് അടിക്കുന്നുവെന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു, അതിനെന്താ ഒരു പെഗ്, ഞാൻ വേണമെങ്കിൽ 4 പെഗ് അടിക്കും, ആണുങ്ങളെ വരെ തോപ്പിക്കുന്ന രീതിയിൽ ഞാൻ കുടിച്ചിട്ടുണ്ട്. ചേച്ചിയുടെ കൂസലില്ലായ്മ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഒരു സങ്കോചവുമില്ലാതെ 2 ആണുങ്ങൾക്ക് ഒഴിച്ചു കൊടുത്ത് ചേച്ചിയും കുടിക്കുകയാണ്. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിക്ക് മത്ത് പിടിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി വയലൻ്റായി. എൻ്റെ ഭർത്താവിൻ്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് അങ്ങേർക്ക് തലങ്ങും വിലങ്ങും ധാരാളം അടി പൊട്ടിച്ചു. ആരും തടസ്സം പിടിക്കാൻ ചെന്നില്ല. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്നെ തള്ളിയിട്ടു. എടാ, സ്വന്തം ഭാര്യയ്ക്ക് ഇത്രയും ഒരു ഗതികളുണ്ടാക്കിയ ഒരു പുരുഷൻ വേറെ കാണുവടാ, നിനക്കൊക്കെ ഇല്ലേ, നിന്നെ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ചേച്ചി നിലത്തിട്ട് 2-3 ചവിട്ടങ്ങ് ചവിട്ടി. എൻ്റെ ഭർത്താവിന് അത് അപ്രതീക്ഷിതമായ ആക്രമണമായിരുന്നു. ഈ ഒരുങ്ങിയൊക്കെ നടക്കുന്നതല്ലാതെ ഇത്തരം കാര്യങ്ങളിലൊന്നും യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ലല്ലോ. പുള്ളി പെട്ടെന്ന് തന്നെ വല്ലാത്ത അവസ്ഥയിലായി. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ചേച്ചി ഇനി വേണ്ടാന്ന്, അല്ലെങ്കിലും ഒരു പരുവത്തിനെ ഞാൻ കൊടുക്കുകയുള്ളൂ, അതിൽ കൂടുതലൊന്നും കൊടുക്കില്ല. നീ ഇവനും കൂടെ എന്താണ് നടത്തുന്നത്, കയറിപ്പൊക്കൂ. എന്നിട്ട് അങ്ങേരോട് വാൺ ചെയ്തു. ഒരു കാര്യമുണ്ട്, ഇവളും നീയും കൂടെ ഇങ്ങനൊരു ബന്ധത്തിലായി, പക്ഷേ ഇവളെ വെച്ച് നീ ഇങ്ങനെ ലക്ഷങ്ങൾ സമ്പാദിക്കരുത്. 1 മാസത്തെ ലീവ് എടുത്ത് ഞാൻ ഇവിടെ വന്നത് ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അവളെ നീ വെട്ടിലാക്കരുത്. നീ വേണമെങ്കിൽ അവളെ വിശ്വസിച്ച് സ്നേഹിച്ചൊക്കെ ജീവിക്കുക. നിനക്ക് ഭാര്യ മക്കളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഇവൾ പാവമാണ്, എന്നെപ്പോലെയല്ല, ലോകം കണ്ടവളല്ല എന്നൊക്കെ പറഞ്ഞ് ചേച്ചി എന്തൊക്കെയോ സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞു. എനിക്ക് മനസ്സിലായി, എത്രയൊക്കെ അകന്നു നിന്നാലും സ്വന്തം സഹോദരിക്ക് എന്നോടൊരു സ്നേഹമുണ്ടെന്ന്. ചേച്ചിയെ പറ്റി ഇങ്ങനെയൊന്നുമല്ല ഞാൻ കരുതിയിരുന്നത്. ചേച്ചി ഒരു പ്രത്യേക ജീവിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്. എന്നെ അവൻ്റെ കൂടെ അകത്തേക്ക് കയറ്റി വിട്ടത് ചേച്ചിയാണ്. അത് കഴിഞ്ഞ ശേഷം കുട്ടികളുടെ മുറിയിലാണല്ലോ, അത് അവർ ഉറങ്ങിക്കഴിയുമ്പോഴേക്കും ഞങ്ങൾ പുറത്തു നിന്ന് കുറ്റിയിടും. കാര്യം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുട്ടികൾ അറിയരുതല്ലോ. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അവിടെ കിടക്കാൻ പിന്നെ നടുത്തളത്തിലാണ് സ്ഥലം. അവിടെ ചേച്ചി ഒരു മെത്തയിട്ട് കിടക്കുകയാണ്. എൻ്റെ ഭർത്താവും അവിടെ കിടക്കാൻ വേണ്ടി തീരുമാനിച്ചു. കുട്ടികളോട് പോയി കിടക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, വേണ്ട, രാത്രിയുണ്ട്, ഉറക്കം നീ കെടുത്തണ്ട, നിനക്ക് ഞാൻ ഇനിയും ചവിട്ടി തരുമെന്ന് പറഞ്ഞു. എന്തായാലും എൻ്റെ ഭർത്താവും ചേച്ചിയും കൂടെ അവിടെയാണ് കിടന്നത്. പക്ഷേ രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും 2 പേരും തമ്മിൽ ഭയങ്കര സ്നേഹം. അയ്യോ ചേച്ചി, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, അത് പിന്നെ കുടിച്ചിട്ട് അവിടെ കിടന്നതല്ലേ, ഇവൻ നീയാണെന്ന് ഓർത്തായിരിക്കും എൻ്റെ അടുത്തോട്ട് വന്നത്. ആ, ഞാനും ഓർത്തു, എന്തായാലും നിൻ്റെ ഭർത്താവ് ഒരു പോങ്ങൻ, ഈ കാര്യത്തിനെങ്കിലും എന്തെങ്കിലും ഉപകാരമുണ്ടെങ്കിൽ കൊള്ളാം എന്ന് വിചാരിച്ച് ഞാൻ തുടങ്ങി. പക്ഷേ മോളെ, ഇവന് പെണ്ണുങ്ങളെ മേയ്ക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. ഇവനൊരു മണ്ടനാണ്, എങ്കിലും അത്യാവശ്യം ഉപകരിക്കും, അത്രയേ ഉള്ളൂ, അല്ലേടാ എന്ന് ചോദിച്ചു. എൻ്റെ ഭർത്താവ് നാണത്തോടു കൂടി തല താഴ്ത്തി. എന്തായാലും മോളെ, ഇവനെ ശരിയാക്കിയെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇനിയിപ്പോൾ ഇവനെ എൻ്റെ കസ്റ്റഡി തന്നെ, ഇവൻ്റെ ബിസിനസ്സൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് ചേച്ചി പറഞ്ഞു. ഞാൻ തലയാട്ടി. മാഡം, മാസങ്ങൾ കഴിഞ്ഞപ്പോഴില്ലേ ചേച്ചി എൻ്റെ ഭർത്താവുമായിട്ടങ്ങ് പോയി. ഞാൻ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, അവനോട് നിന്നിട്ട് നിനക്കെന്ത് ഗുണമാണ്, അവൻ എൻ്റെ കൂടെ നിന്നോട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണ് എൻ്റെ ഭർത്താവ് കുറേ മാസങ്ങളായിട്ട്. ചേച്ചി അവിടെ ഒരു ബിസിനസ് ഇട്ട് കൊടുത്തു, അത് നോക്കി നടത്തുകയാണ് ഹസ്ബൻഡ്. എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ തന്നെ എൻ്റെ ചേച്ചിയുടെ അനുവാദം വേണം, ഇല്ലെങ്കിൽ ചേച്ചി കയറി മേയും. ചേച്ചി ഭയങ്കര പേടിയാണ്. ഭർത്താവ് നന്നായി ബിസിനസ് ചെയ്യുന്നു മാഡം, മുന്നോട്ട് പോകുന്നു. എന്നെ ഇടയ്ക്ക് വിളിച്ച് കാര്യങ്ങൾ പറയും, പണമൊക്കെ അയച്ചു തരും, പക്ഷേ ഇങ്ങോട്ട് വരില്ല. ചേച്ചിയാണ് ഇപ്പോൾ വരുന്നത്. ചേച്ചിയോട് ഞാൻ പറയും, എൻ്റെ ഭർത്താവിനെ ചേച്ചി തട്ടിയെടുത്താണെന്ന്. തട്ടിയെടുത്തൊന്നുമല്ല, ആണെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ പോകാൻ നിനക്ക് ഭർത്താവായിട്ട് വേണ്ട. ഭർത്താവിനെ മാനേജ് ചെയ്യാൻ അറിയാത്തവളാണ് നീ. അവൻ എൻ്റെ അടുത്ത് നല്ല രീതിയിൽ അക്ഷരം പ്രതി അനുസരിച്ച് നിന്നോളും. കണ്ടോ എന്നെ പേടി, നിന്നെ എന്താണ് അങ്ങനെ പേടിയില്ലാത്തത്? നീ ഒരു ഭാര്യയല്ല, അതുകൊണ്ട് ഭർത്താവ് നിനക്ക് ആവശ്യമില്ല എന്ന് ചേച്ചി പറയുകയാണ്. അവൻ ഉണ്ടെങ്കിൽ പോലും എനിക്കെൻ്റെ ഭർത്താവിനെ ഇഷ്ടമാണ് മാഡം, പക്ഷേ ഭർത്താവ് ഇപ്പോൾ 8ക്കും 7ക്കിലും അടുക്കുന്നില്ല. ചേച്ചിയോട് ചോദിക്കുമ്പോൾ ചേച്ചി പണ്ട് എൻ്റെ ഭർത്താവ് ചിരിച്ച് കാണിച്ചതുപോലെ എല്ലാം നിസ്സാരമാക്കി സംസാരിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഒരു കണക്കിന് നോക്കുമ്പോൾ ചേച്ചി പറഞ്ഞത് ശരിയാണെന്ന് തോന്നും. അങ്ങേരെ കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇവിടെയാണെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങളെല്ലാം നടക്കുന്നുമുണ്ട്. ഇപ്പോൾ സാമ്പത്തിക ബാധ്യതകളോ പണത്തിൻ്റെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഭർത്താവ് ചേച്ചിയോടെ നിൽക്കുന്നത് എൻ്റെ പോരായ്മയാണോ എൻ്റെ കഴിവില്ലായ്മയാണോ മാഡം? എനിക്ക് ചില സമയത്തൊക്കെ കുറ്റബോധം തോന്നും. ചേച്ചി പോലെ ആകാൻ എനിക്ക് പറ്റുമെന്ന് തോന്നില്ല. ഭർത്താവിനെ അല്ലാതെ തിരിച്ചെടുക്കാൻ എനിക്ക് എന്ത് വഴിയാണെന്നും അറിയില്ല. ചിലപ്പോൾ തോന്നും വേണ്ടാന്ന്.
അങ്ങനെ ഒത്തിരി കൺഫ്യൂഷൻസ് എൻ്റെ മനസ്സിലുണ്ട് മാഡം. മാഡത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ പരിഹാരം ഇത്തിരി കഠിനമാണ്. കാര്യം ഭർത്താവ് ഇപ്പോൾ ചേച്ചിയുമായിട്ട് വളരെ അഡ്ജസ്റ്റബിളാണ്. എനിക്ക് തോന്നുന്നു അയാളെ ഭരിക്കുന്ന നിയന്ത്രിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു അയാൾക്ക് ശരിക്കും സ്യൂട്ടബിൾ. അങ്ങനെ ഒരു സ്ത്രീയെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അയാൾ നേർരേഖയിൽ വന്നു. നിങ്ങൾ പക്ഷേ ഭർത്താവിനെ അനുസരിച്ച് ശാലീന സുന്ദരിയായിട്ട് നിന്നതുകൊണ്ട് അങ്ങേരെ അടങ്ങി നിന്നില്ല. അത് നിങ്ങളുടെ കുറ്റമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കുറ്റമല്ല. ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറാണ്. ചേച്ചിയുടെ ക്യാരക്ടർ, ആണുങ്ങളെ ഭരിക്കുന്ന ക്യാരക്ടർ നിങ്ങൾക്ക് അങ്ങനെയല്ല. അങ്ങനെ സംഭവിച്ചതാണ്. ആക്ച്വലി നന്നായുള്ളൊരു ജീവിതമല്ല നിങ്ങൾ ജീവിക്കുന്നത്. ഇത്രയും അധികം ബന്ധങ്ങളും മറ്റു കാര്യങ്ങളും അലുകുലത്തുകളും ഒക്കെയായിട്ട് ജീവിക്കുന്നത് നിങ്ങൾ ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് നല്ലൊരു ജീവിതം നയിക്കാൻ ആണ് സാധ്യതയുള്ളതെങ്കിൽ, അല്ലെങ്കിൽ അങ്ങോട്ട് തീരുമാനമെടുക്കെങ്കിൽ നല്ലതാണ്. ഭർത്താവിനെ ഫൈറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാം. ഇനി അതൊന്നുമില്ല, ഭർത്താവ് വന്നിട്ട് പണ്ടത്തെ പിന്നെയുമായി പൈസയുമില്ല, ഒന്നുമില്ല, ഇപ്പോഴുള്ള കംഫർട്ടും എല്ലാം പോവെങ്കിൽ പിന്നെ ഇപ്പോൾ ആ ചേച്ചിയുടെ വീട്ടിൽ നിന്നാൽ എന്താ, അവിടെ നിന്നാൽ എന്താ, ചേച്ചിക്ക് എന്താ അയാളെ കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ ലീഗലി വിവാഹമോചിതൊന്നും ആയിട്ടില്ലല്ലോ. ഭർത്താവ് എവിടെ പോയാലും കുഴപ്പമില്ല, ഭർത്താവ് നിങ്ങളെവിടെ പോയാലും കുഴപ്പമില്ല. ആകെ കൂടി അനുകൂലത്തായ സ്ഥലത്ത് ഒരാളെ മാത്രം ഇങ്ങനെ പ്രേമിച്ച് സ്നേഹിച്ച് ജീവിച്ചിട്ട് എന്താ കാര്യമെന്ന് നമുക്ക് കേൾക്കുമ്പോൾ തോന്നാം. പക്ഷേ ഏറ്റവും നന്നായി കുടുംബജീവിതം നടത്തണമെന്നാണ് നിർബന്ധമെങ്കിൽ ഭർത്താവിനെ ഈ തെറ്റിൽ നിന്നെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം. അതല്ലാതെ അയാളെ കൊണ്ടുവന്നിട്ട് പിന്നെ അനുകൂലത്തുകളിലേക്ക് പോവുകയാണെങ്കിൽ അയാളുടെ വഴിക്ക് പോകട്ടെ. എല്ലാവരും അവനവൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതാണ് സുഖകരമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നല്ലവളായി മാറണമെങ്കിൽ നല്ല 100 വഴികളുണ്ട്, ആ വഴിയെ പോവുക. ഇവിടെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മൊത്തം കുഴപ്പങ്ങളാണ്. അതിനിടയ്ക്ക് ഒരു കാര്യം മാത്രം നല്ലതായിരിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നെന്ന് വരില്ല കേട്ടോ.